ഹായ്, ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇറക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നെന്താണെങ്കിലും നമ്മൾ ഒരു കിടിലൻ ടോപ്പിക്കാണ് എടുത്തേക്കുന്നത്. ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ കുറച്ച് വലിയ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ്, ഒരു ഫ്രീക്വൻസി വാല്യൂ എന്നൊക്കെ ഉള്ള 2 ടേമുകൾ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പലർക്കും അത്രയ്ക്ക് അതങ്ങ് മനസ്സിലായോ ഇല്ലേന്ന് അറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേ സെയിം കാര്യം എന്നോട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് അവരുടെ ഐഡിയ ഒന്ന് വാലിഡേറ്റ് തരുമോ, ഈ ഐഡിയ വർക്കൗട്ട് ആവില്ലേ, എന്താണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ രീതിയിൽ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഒരു ഐഡിയ വർക്കൗട്ട് ആവില്ല എന്ന് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇറക്കി തന്നെ നോക്കണം. അവിടെ ഞാൻ ഇത് നല്ലതാണോ അല്ലേ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇതൊക്കെ ചെയ്യണതിന് മുന്നേ നിങ്ങൾ ആ ഒരു സാധനം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡിയ വർക്കൗട്ട് ആവില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ 1-2 കാൽക്കുലേഷൻസ് കണക്കൂട്ടി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഐഡിയാസ് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമും മണിയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നിപ്പോൾ പുതിയ സെറ്റപ്പാണ്. സാധാരണ നമ്മൾ കാണുന്ന യൂഷ്വൽ സെറ്റപ്പ് അല്ല. ഞാൻ ഒരു ബോർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് പേനയൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറേ നാളെ ഞാൻ എഴുതിയിട്ട് മിക്കവാറും എല്ലാ സാധനങ്ങളും ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ടൈപ്പ് ചെയ്യാണ്. കുറേ നാളായി ഞാൻ എഴുതിയിട്ട് തന്നെ. പക്ഷേ ഞാൻ ഹെഡിങ് എഴുതുമ്പോൾ അക്ഷയ പറയണ്ടായിരുന്നു, അക്ഷയ എഴുതി തന്നെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഹെഡിങ് മാത്രം എഴുതിയിട്ട് കാര്യമല്ലോ, ബാക്കി ഞാൻ തന്നെ എഴുതണ്ടേ. അപ്പോൾ ബോർഡിൽ എഴുതിയത് ക്ലിയർ ആയില്ലെങ്കിൽ വറി ചെയ്യേണ്ട, എന്താണെങ്കിലും സൈഡിൽ എഴുതി കാണിക്കേണ്ട, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അന്ന് ഞാൻ 2 ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രീക്വൻസി, 2 വാല്യൂ. ഈ 2 സാധനം പാടെ മറന്നേക്കുക. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകണം അതേ സാധനം തന്നെ വേറെ എല്ലാവർക്കും മനസ്സിലാൻ പറ്റുന്ന 2 ലളിതമായിട്ടുള്ള വാക്കുകളാണ്. അതിലൊന്ന് പ്രൈസ്, രണ്ടാമത്തത് പർച്ചേസ്. 2 ടേംസ്, ഒന്ന് പ്രൈസ്, 2 പർച്ചേസ്. ഇത് രണ്ടും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്, അല്ലെങ്കിൽ അതിന് പൊതുവെ നാട്ടിൽ ആൾക്കാർ കൊടുക്കാൻ വില്ലിങ് ആവുന്ന ഒരു പ്രൈസ്, അങ്ങനെ കൂട്ടിയാൽ മതി. ഇപ്പോൾ നാട്ടിലില്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിക്ക് പ്രൈസ് ചാർജ് ചെയ്യാം. പക്ഷെ അവർക്കും അത് കൺവീൻസിംഗ് ആയിട്ട് തോന്നണം, വാങ്ങുന്ന ആൾക്കാർക്കും അത് ഓക്കെ കൺവീൻസിംഗ് ആയിട്ട് തോന്നുന്ന രീതിക്കുള്ള ഒരു പ്രൈസ്. അതാണ് ഇവിടെ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങുന്നതിന്റെ അളവ്, അതായത് ഡെയിലി പർച്ചേസ് ചെയ്യോ, ആഴ്ചയിൽ പർച്ചേസ് ചെയ്യോ, മാസത്തിൽ പർച്ചേസ് ചെയ്യോ, വർഷത്തിൽ പർച്ചേസ് ചെയ്യോ, ഈ ഒരു കണക്കാണ് ഇവിടെ പർച്ചേസ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് 2 ടേംസ് ഉണ്ട്. അപ്പൊ 2 ടേമുകൾ വരുമ്പോൾ ഇതിനൊരു 4 കോമ്പിനേഷൻ അല്ലെങ്കിൽ 4 പോസിബിലിറ്റീസ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ലോ, ഇതും ലോ. രണ്ടാമത്തത് ലോ, ഹൈ, ഹൈ, ലോ, ഹൈ, ഹൈ. അപ്പോൾ ഈ 2 വേരിയബിൾസ് വരുമ്പോൾ ഇത്രയും 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൈസും കുറവാണ്, അത് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതിന്റെ എണ്ണവും കുറവാണ്. ക്ലിയർ ആയില്ല? പ്രൈസ് കുറവാണ്, പക്ഷേ പർച്ചേസ് ചെയ്യുന്നതിന്റെ എണ്ണം കൂടുതലാണ്. പ്രൈസ് കൂടുതലാണ്, പർച്ചേസ് ചെയ്യുന്നതിന്റെ എണ്ണം കുറവാണ്. പ്രൈസും കൂടുതലാണ്, പർച്ചേസ് ചെയ്യുന്നതിന്റെ എണ്ണവും കൂടുതലാണ്. ഈ ഒരു രീതിക്ക് നമുക്ക് 4 ആയിട്ട് നമ്മുടെ ഐഡിയനെ നമുക്ക് തിരിക്കാം. അപ്പൊ നമ്മുടെ ഐഡിയ ഇതിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഏത് റോയിലാണ് നമ്മുടെ ഐഡിയ വരാൻ പോകുന്നത്, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയ, നമ്മൾ ആലോചിക്കുക, നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയ വളരെ കുറഞ്ഞ പ്രൈസേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ കുറഞ്ഞ വെട്ട ആൾക്കാരെ വാങ്ങുള്ളൂ. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾ വാങ്ങിയെന്ന് വരുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഐഡിയ ആണോ? ഈ ഐഡിയക്ക് ഇത് ഇപ്പോ 2 ലോ വരുന്ന ഒരു കാറ്റഗറി എനിക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല എക്സാമ്പിൾ പറയാനായിട്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം ഏതാണ് ഈ കാറ്റഗറിയിൽ വരിക എന്നുള്ളത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു ലോ പ്രൈസ് അല്ല, അത് നമ്മുടെ ജീവിതത്തിൽ 1-2 വട്ടം മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നതെന്ന് വിചാരിക്കും. ഇനിയിപ്പോ പ്രൈസ് ലോ ആണോ ഹൈ ആണോ എന്ന് എങ്ങനെ അറിയാമെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ സോൾവ് ചെയ്യണ കസ്റ്റമർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അയാൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി. മിക്കവാറും വളരെ ക്രിട്ടിക്കലും സൊല്യൂഷനിൽ ഡിഫിക്കൽട്ടി ഉള്ള പ്രോബ്ലങ്ങളാണെന്നുണ്ടെങ്കിൽ ഹൈ ആയിരിക്കും അതിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ്. എന്നാൽ അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ് കസ്റ്റമർക്കെങ്കിൽ മിക്കവാറും അത് ലോ പ്രൈസ് ആയിരിക്കും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൈസ് ഹൈ ആണോ ലോ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണത്. ഇത് പുതിയ പ്രൊഡക്റ്റുകളാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിനൊരു പ്രൈസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോപ്പ് ടിപ്പിക്കലി ഒരു 50 രൂപ തൊട്ട് ചിലപ്പോൾ ഒരു 200 രൂപ വരെയൊക്കെ ആയിരിക്കും സോപ്പിന്റെ ഒരു റേഞ്ച്. നമുക്കൊരു സുപ്രാത്തിൽ കൊണ്ടുവന്നിട്ട് 5000 രൂപയുടെ സോപ്പൊന്നും വിൽക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. വിൽക്കാൻ പറ്റാകില്ല, എന്തെങ്കിലും നമ്മളൊരു പ്രത്യേകതയിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് സോപ്പിന്റെ ഒരു ആവറേജ് പ്രൈസ് റേഞ്ച് വരുന്നത് ചിലപ്പോൾ 50 to 200 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ലോ പ്രൈസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ലോ ഹൈ ഒക്കെയാണ് എന്ത് കണക്കിലാണ് ലോ ഹൈ എന്നുള്ള ഉദ്ദേശിക്കണമെങ്കിൽ ഒരു 10,000 താഴെ ആണെങ്കിൽ ലോ കൂട്ടിക്കും, 10,000 മേലെ ആണെന്നുണ്ടെങ്കിൽ രീതിക്ക് ഹൈ കൂട്ടിയാൽ മതി. ഇതിന്റെ ഇടയിൽ ഒരു മിഡ് എന്നുള്ള റേഞ്ച് നമുക്ക് എടുക്കാം, പക്ഷെ തൽക്കാലം അത് എടുക്കണില്ല. ഒരു 10,000 താഴെ ആണെങ്കിൽ അത് ലോ പ്രൈസ് ആണെന്നുള്ള കൂട്ടിക്കും, 10,000 മേലെ ആണെങ്കിൽ അതൊരു ഹൈ പ്രൈസ് ആയിട്ടും കൂട്ടിക്കും. അപ്പൊ നിങ്ങളുടെ ഐഡിയ വരുന്നത് കുറഞ്ഞ പ്രൈസിന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, 1-2 വെട്ടേ ആൾക്കാർ വാങ്ങുള്ളൂ എന്നുള്ള രീതിക്കാണെന്ന് വിചാരിക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പർച്ചേസ് ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇറക്കിയാൽ വാങ്ങാനായിട്ട് ലോകത്ത് 100 കോടി ആൾക്കാരുണ്ട് അല്ലെങ്കിൽ 500 കോടി ആൾക്കാരുണ്ട്, ആ കണക്കല്ല പറയുന്നത്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ എത്ര വട്ടം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമായിരിക്കും, അതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്.
ക്ലിയർ ആയില്ല. അപ്പൊ നമ്മൾ ഇറക്കാൻ പോണ പ്രൊഡക്റ്റ് ലോ പ്രൈസ് ആണ്, ലോ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് ഞാൻ കാറ്റഗറി ആക്കാം 1 2 3 4. ഇനി രണ്ടാമത്തെ കാറ്റഗറി എടുക്കാം. പ്രൈസ് കുറവാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ വരുന്നത് ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഹൈ കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫണ്ടിങ് നമുക്ക് വേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ കൂടുതൽ ഫണ്ട് ഉള്ളത്, ആർക്കാണോ മാർക്കറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അൾട്ടിമേറ്റ്ലി അവർ മാത്രമായിരിക്കും ഈ മാർക്കറ്റിൽ നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതയാണ് വിന്നർ ടേക്സ് ഓൾ. ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിരിക്കും ഈ ഒരു ഐഡിയ വരിക. ഈ ഒരു ടൈപ്പ് സെഗ്മെന്റുകളിൽ മിക്കവാറും മൊണോപ്പൊളീസ് ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കമ്പനികൾക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രൈസ് ലോ ആണ്. അപ്പോൾ അവർക്ക് പരമാവധി മാർക്കറ്റിലുള്ള അത്രയും ആൾക്കാർ അവരുടെ അടുത്ത് തന്നെ വാങ്ങിയാലേ ആ ഒരു പ്രൊഡക്റ്റ് വയബിൾ ആക്കാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യലി അത് വയബിൾ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 100 ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങാണ്ടെങ്കിൽ ആ 100 ആൾക്കാർ എന്റെ കസ്റ്റമർ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ 100 ആൾക്കാരെയും എങ്ങനെയാ അവരുടെ കസ്റ്റമർ ആക്കാൻ വേണ്ടി അവർക്ക് അഗ്രസീവായിട്ട് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുകയും കോമ്പറ്റേറ്റേഴ്സിനെ തകർക്കുകയും എന്നിട്ട് വേണം അവർ ആ ഒരു മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയക്ക് എക്സാമ്പിൾ ആണ് ഊബർ, അല്ലെങ്കിൽ സ്വിഗ്ഗി, അല്ലെങ്കിൽ ആമസോൺ. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നോക്കിയാൽ കാണാം. അപ്പോൾ ഊബറിന്റെ കാര്യം എടുത്തോ. ഊബർ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ 300 രൂപ ഒരു കസ്റ്റമറിൽ നിന്ന് ചാർജ് ചെയ്യുന്നുള്ള ടൈം. അതിൽ തന്നെ ഊബറിന് കിട്ടുന്നത് അതിന്റെ ഒരു 30%. അപ്പൊ 100 രൂപയുടെ ട്രിപ്പ് ഇട്ടാൽ ഊബറിന് കിട്ടുന്നത് ഒരു 30 രൂപയാണ്. പക്ഷെ ഒരു കസ്റ്റമർ ചിലപ്പോൾ ഓഫീസിലേക്ക് പോകാൻ ഊബർ ഉണ്ടാവും, തിരിച്ചു വരാൻ ഊബർ ഉണ്ടാവും, പിന്നെ വേറെ അടുത്ത് പോകാൻ ഊബർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾ ഫ്രീക്വന്റ് ആയിട്ട് ഊബർ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും. ഇനി അതുപോലെ തന്നെയാണ് സ്വിഗ്ഗി, അതുപോലെ തന്നെയാണ് ആമസോൺ. അപ്പൊ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ മാർക്കറ്റിൽ മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആരാണ്? സ്വിഗ്ഗിയും സൊമാറ്റോയും. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഷെയർ പിടിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിനെ അക്യൂർ ചെയ്യും മോസ്റ്റ് പ്രോബബ്ലി, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോനെ അക്യൂർ ചെയ്യും. മിക്കവാറും സൊമാറ്റോ സ്വിഗ്ഗിനെ അക്യൂർ ആയിരിക്കും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗി ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുണ്ടാവും, സൊമാറ്റോ മാർക്കറ്റ് ക്യാപ്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ പെപ്സി കൊക്കക്കോള എന്നൊക്കെ ഉള്ള പോലെ രണ്ടൊരു ഡ്യുവോ പോളികളായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. ഇതേ കേസ് തന്നെ നമ്മൾ ഊബറിൽ കാണാം. ഊബർ ഉണ്ട്, ഓല ഉണ്ട് മെയിൻ ആയിട്ട്. ഇപ്പൊ ബാംഗ്ലൂർ കുറച്ച് പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയകളൊക്കെ വെച്ചിട്ട് 1-2 ക്യാബ് ആപ്ലിക്കേഷൻ കൂടി വരുന്നുണ്ട്, നല്ല ഒരു ട്രാക്ഷൻ കാണുന്നുണ്ട് അവരൊക്കെ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പൊ ആമസോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ ആമസോണും ഫ്ലിപ്കാർട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു മാർക്കറ്റിലെ ഒരു സ്വഭാവം. നമ്മൾ ലോ പ്രൈസും ഹൈ പർച്ചേസ് പോലെയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ഐഡിയ ആണ് നമ്മൾ പിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ആ ഒരു മാർക്കറ്റ് ചൂസ് ചെയ്യാതിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാർ വലിയൊരു ഫണ്ടിങ്, ബാക്ക് ടു ബാക്ക് ഫണ്ടിങ്, അതായത് ഏഞ്ചൽ റൗണ്ട് റേസ് ചെയ്ത്, സീഡ് റേസ് ചെയ്ത്, സീരീസ് എ ബി സി എന്നൊക്കെ പറഞ്ഞ് റേസ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഫൗണ്ടർ അല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസവും ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് വിജയിപ്പിക്കുക എന്നുള്ളത്. കാര്യം ഇത് വർഷങ്ങളോളം മാർക്കറ്റിൽ പൈസ സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ പ്രോഫിറ്റബിൾ ആയി മാറുന്നുള്ളൂ. നിങ്ങൾ ആമസോണിന്റെ കേസ് എടുത്താലും കാണാം, ഊബറിന്റെ കേസ് എടുത്താലും കാണാം, ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ, ഓല ഇതുപോലുള്ള കമ്പനികളുടെ കേസ് സ്റ്റഡികൾ നോക്കിയാൽ കാണാം. അവർ ഒരുപാട് പലരും ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടില്ല, ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും 2000-3000 കോടി ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലോസ് ഒക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? ഈ ലോസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയാണ്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ലോസ് ആകുമ്പോഴും ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഫൗണ്ടർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് അതിനുള്ള നെറ്റ്വർക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള IIM, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച് നമുക്ക് അവിടെ ഒരു കഴിവ് തെളിയിച്ചവരായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു പെഡിഗ്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലുള്ള ബിസിനസ്സുകൾ നമുക്ക് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്ക് ടു ബാക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് പിടിക്കണമെങ്കിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് ആണെന്നുള്ള ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി, പ്രൈസ് കൂടുതലാണ് പക്ഷേ പർച്ചേസ് വളരെ ലോ ആണ്, പർച്ചേസിന്റെ നമ്പർ വളരെ കുറവാണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 50,000 ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, 1 ലക്ഷം ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ 2 ലക്ഷം ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലേ വാങ്ങുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 വട്ടേ വാങ്ങുന്നുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈജൂസ് ആപ്പ് ഒരു സ്റ്റുഡന്റ് വാങ്ങിയാൽ പിന്നെ 1 വർഷം കഴിഞ്ഞാണ് അവർ അടുത്തൊരെണ്ണം വാങ്ങുള്ളൂ. ബൈജൂസ് ആപ്പ് വാങ്ങുന്നുണ്ട് വിചാരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുട്ടിയുടെ കേസ് എടുത്തു, ഒരു കുട്ടി ഒരു 7ാം ക്ലാസ് ആകുമ്പോൾ, ഒരു 8ാം ക്ലാസ് ആകുമ്പോൾ ബൈജൂസ് ആപ്പ് പർച്ചേസ് ചെയ്യണം. അവനത് എല്ലാ വർഷവും കണ്ടിന്യൂസ് 12ാം ക്ലാസ് വരെ പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ 8ാം ക്ലാസ്സിലും പർച്ചേസ് ചെയ്ത് 9, 10, 11, 12 ഒരു 5 കൊല്ലമായിരിക്കും മിക്കവാറും അവർ ബൈജൂസ് ആപ്പ് പോയിട്ട് 5 എണ്ണായിരിക്കും മാക്സിമം അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആയില്ലേ? ഇനി അത്ര പോലും ഇല്ലാത്ത സാധനങ്ങൾ, ഇപ്പോൾ പ്രോട്ടോടൈപ്പിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പ്രോട്ടോടൈപ്പ് ഒരാൾ വന്നു ഒരു 7 മാസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, അവർ ജോബിന് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോ ക്യാമ്പിൽ യാതൊരു കാരണവശാലും വരേണ്ട ആവശ്യമില്ല, അടുത്തൊരു വർഷം അവർക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാകുമ്പോൾ 1 ടൈമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വന്ന് വീഴുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഞാൻ ആ കാറ്റഗറിയുടെ 3 എന്നുള്ള രീതിക്ക് അത് മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്കറ്റിന്റെ പ്രത്യേകത, അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, ബൈജൂസ് ആപ്പ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് 8 കമ്പനീസ് ഒക്കെ ഒരു വലിയ പ്രൈസ് റേഞ്ച് ഉള്ളവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വന്നവരായിരിക്കും. പിന്നെ ഇപ്പോൾ ബൈക്ക്, കാറ്, വീട്,
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കൽ ഇപ്പോൾ സ്റ്റാർട്ടപ്സ് അല്ലാത്ത കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയാൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്തൊരു കാർ മാറ്റുക. അപ്പോൾ ഒരു 30 വയസ്സിൽ കാർ എടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു 25 വയസ്സിൽ കാർ എടുക്കുന്ന ആൾ ഒരു 60 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 70 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിചാരിക്കാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 10 വട്ടം വണ്ടി മാറുണ്ടാവും, അത്രയും മാക്സിമം മാറുണ്ടാവുള്ളൂ. പിന്നെ വീടാണെങ്കിൽ ചിലപ്പോൾ 1-2 വട്ടം ചിലപ്പോൾ ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു വട്ടം തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ടിക്കറ്റ് സൈസ് വലുതാണ്. ടിക്കറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് വാല്യൂ, അതിന്റെ പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഹൈ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. ഇനി ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ കോമ്പറ്റേറ്റേഴ്സിന് അറ്റ് എ ടൈം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോമ്പറ്റേറ്റേഴ്സിന്. ഇനി ഈ ഒരു സെഗ്മെന്റിലാണ് നിങ്ങൾ ഐഡിയ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പരമാവധി ഹൈ ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഒരു ഐഡിയ എടുക്കാൻ പാടുള്ളൂ. അതായത് മാക്സ് വാല്യൂ നിങ്ങൾക്ക് കിട്ടണം. ഒരു കസ്റ്റമർ ചിലപ്പോൾ ഒറ്റ വെട്ടേ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ നിങ്ങളുടെ അടുത്ത് നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം വാല്യൂ എത്ര പ്രൈസ് വരെ ചാർജ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൈസ് വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഈ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് 10,000 രൂപയുള്ളൂ വിചാരിക്കുക. പ്രൊഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല, ഹൈ ആണ്, 10,000 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഒരു വർഷം 100 കോടി രൂപ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 100 കോടിയെങ്കിലും നമ്മളൊരു ബിസിനസ് മിനിമം ജനറേറ്റ് ചെയ്യണം. ഒരു 5 കൊല്ലത്തിൽ അല്ലെങ്കിൽ ഒരു 6-7 കൊല്ലത്തിലെങ്കിലും നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം. നമ്മൾ അത്ര എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 100 കോടിയെങ്കിലും എല്ലാ വർഷവും ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സായി മാറണം. അപ്പൊ അങ്ങനെ ഒരു 100 കോടി ജനറേറ്റ് ചെയ്യണം. 10,000 രൂപ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്മൾ എത്ര കസ്റ്റമേഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടി വരും? 10,000 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കസ്റ്റമർ നമ്മൾ കണ്ടെത്തേണ്ടി വരും. നമ്മൾക്ക് ഒരു 100 കോടി രൂപ ഒരു വർഷം ജനറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും അത് വാങ്ങുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ എല്ലാ വർഷവും നമ്മൾ ഈ 1 ലക്ഷം കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. അത് വളരെ വലിയൊരു ടാസ്ക് ആണ്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ ലോകത്ത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലോ, 1 ലക്ഷം ആൾക്കാർ ഒരു വർഷം കിട്ടിക്കൂടെ എന്ന് ചിന്തിക്കും. മനസ്സിലാക്കേണ്ട കാര്യം 1 ലക്ഷം ആൾക്കാരൊക്കെ ഒരു വർഷം കസ്റ്റമർ ആക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 10,000 രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു 3,000-4,000 രൂപ നമുക്ക് കസ്റ്റമർ അക്യൂർ ചെയ്യാൻ തന്നെ വേണ്ടി വരും. അപ്പൊ അത് കഴിച്ചാൽ പിന്നെ നമുക്ക് ആകെ ബാക്കി 7,000 രൂപയുള്ളൂ. അതുപോലെ തന്നെ ഈ 1 ലക്ഷം ആൾക്കാർ വരണമെങ്കിൽ 1 കോടി ആൾക്കാരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യേണ്ടി വരും. 10% ആൾക്കാർ 1% ആൾക്കാരെ നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കും. അപ്പോൾ 1 കോടി ആൾക്കാരെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വർഷം 1 കോടി ലീഡൊക്കെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ് വരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഈ വാല്യൂ കൂടുതൽ ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു കാറ്റഗറിയിൽ ബിസിനസ് നോക്കുക. ഈ ഒരു കാറ്റഗറി ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സിന് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. കാര്യം നല്ല ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈവൻ കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ വല്ലാണ്ട് ഇല്ലാണ്ടായി പോകില്ല. കാരണം നമുക്കൊരു ഇപ്പോൾ 1 ലക്ഷം രൂപ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ഒരു കസ്റ്റമർ 100 ലക്ഷം രൂപ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു വർഷം നമ്മൾ പണിയെടുത്തിട്ട് നമുക്ക് ഒരു 5 കസ്റ്റമറെ ഒപ്പിക്കാൻ പറ്റുള്ളെങ്കിലും നമുക്ക് 5 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഈ 5 ലക്ഷം രൂപ നമ്മൾ ഒരു 2-3 ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത കൊല്ലത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ പറഞ്ഞ 3ാമത്തെ ഒരു കാറ്റഗറി. ഇനി 4ാമത്തെ ഒരു കാറ്റഗറിയാണ് ഹൈ പർച്ചേസും ഹൈ പ്രൈസും വരുന്ന ഒരു കാറ്റഗറി. ഇതും സൂപ്പർ കാറ്റഗറിയാണ്. എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയാണ്. പക്ഷെ വളരെ കുറഞ്ഞ കമ്പനികൾ മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ, വളരെ കുറഞ്ഞ ഐഡിയാസ് മാത്രമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുള്ളൂ. പക്ഷെ എല്ലാവരുടെയും ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി എക്സാമ്പിൾ പറയാൻ പറ്റുന്ന സാധനമാണ് ഐഫോൺ. നിങ്ങൾ നോക്കി ഒരു പ്രൊഡക്റ്റ് 1-1.5 ലക്ഷം, ഇനിയിപ്പോൾ നാളെ അവർ 3 ലക്ഷം ചാർജ് ചെയ്ത ആൾക്കാർ വാങ്ങും. കാര്യം അതിന് വില കൂടുന്തോറും അതിന്റെ ഒരു വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നോക്കിയേ, ഒരു ഫോൺ വാങ്ങിയവൻ ആവറേജ് 1.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം. മിക്കവാറും ഐഫോൺ യൂസേഴ്സ് എല്ലാ കൊല്ലം ഫോൺ വാങ്ങും. അപ്പോൾ ഒരാൾ ഒരു 25ാമത്തെ വയസ്സിൽ ഐഫോൺ എടുത്താൽ അവൻ്റെ 60 വയസ്സുണ്ടെങ്കിൽ 60 വയസ്സ് വരെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും. മെജോറിറ്റി ആൾക്കാരും അവ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രയും പെട്ടെന്ന് അത്രയും പ്രൈസിൽ വിൽക്കാൻ പറ്റും. ഇനി ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ കമ്പനിയേക്കാൾ കിട്ടുന്ന ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള കമ്പനികൾ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഫേസ്ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്, നമ്മൾ ആരും പൈസ കൊടുക്കണല്ലോ, എന്ത് പൈസയാണ് ഫേസ്ബുക്കിൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഗൂഗിളിലും പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണല്ലോ എന്ന് ചിന്തിക്കണ്ടാവും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കമ്പനീസിന് 2 ടൈപ്പ് ഓഫ് അവരുടെ യൂസേഴ്സ് ഉണ്ട്. ഒന്ന് യൂസേഴ്സും, രണ്ടാമത്തത് അവരുടെ കസ്റ്റമേഴ്സും. അപ്പോൾ ഈ ടേമുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പിന്നീട് ഏതെങ്കിലും ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ചില പ്രൊഡക്റ്റുകൾക്ക് യൂസേഴ്സും കസ്റ്റമേഴ്സും എന്നുള്ള രീതിക്ക് 2 കാറ്റഗറി ടൈപ്പ് ആൾക്കാരുണ്ടാവും. കാര്യം യൂസേഴ്സ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവില്ല. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ പേ ചെയ്യുന്ന ആൾക്കാരാണ്. ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിലും ആ യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ് ആ പേ ചെയ്യുന്ന കസ്റ്റമേഴ്സും വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഫേസ്ബുക്കിനും ഗൂഗിളിലും ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല ഉദ്ദേശിച്ചത്. അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ അഡ്വർടൈസ് ചെയ്യുന്ന കമ്പനീസോ ഇൻഡിവിജ്വൽസോ ആരോ ആയിക്കോട്ടെ, അവരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്. വൺസ് ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്ത് റെസ്പോൺസ് കിട്ടുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഓരോ മാസവും സ്പെൻഡ് ചെയ്യണത്. ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എമൗണ്ട് പറഞ്ഞത്, ഇപ്പോൾ വളരെ ചെറിയ കമ്പനികളിൽ പെട്ടൊരു കമ്പനിയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ്. ഏകദേശം ഒരു 50 crore പെർ ഇയർ മാത്രമാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ക്ലോസ് ടു 50 crore. അപ്പൊ ആ ഒരു കമ്പനി വരെ ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു മാസം 20 ലക്ഷം രൂപ അടുത്താണ്. ചില അതിനേക്കാൾ കൂടുതലുണ്ട്. ഞാൻ ഒരു ആവറേജ് കണക്ക് പറയാം, 20 ലക്ഷം രൂപ അടുത്താണ്
ഫേസ്ബുക്കിൽ മാത്രം ആഡ് സ്പെൻഡ് ചെയ്യുന്നത് ഓരോ മാസവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം വലിയ കമ്പനികൾക്ക് എന്തോരം എമൗണ്ട് ഈ ആഡ് പ്ലാറ്റ്ഫോമുകൾ സ്പെൻഡ് ചെയ്യുന്നുള്ളത്. ഇതുപോലെ എല്ലാ മാസവും സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ പൈസ ഫേസ്ബുക്കിന് വേറെ ആർക്കെങ്കിലും കൊടുക്കാണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി, ഒരു പേന വാങ്ങി, പേന 10 രൂപ കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 5 രൂപ 6 രൂപ അത് ഉണ്ടാക്കാനായിട്ട് കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ ആഡ് കാണിക്കാൻ ഇതുപോലൊരു വലിയൊരു കോസ്റ്റ് പോലും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളാണ് ഗോൾഡൻ ആയിട്ട് ഈ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ സൂപ്പറാണ്, പക്ഷെ അത് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ഡ്രീം എന്ന് പറഞ്ഞാൽ 4th കാറ്റഗറിയിലുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് 3rd കാറ്റഗറിയിലേക്കെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് 2 വളരെ ഡേഞ്ചറസ് ആണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും ഐഡിയാസ് പിള്ളേർ വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. മെജോറിറ്റി ചെറുപ്പക്കാരാണ്, ഒരു 20നും 25-30 വയസ്സിനിടയിലുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ഒരു വലിയ പർച്ചേസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ വലിയ വോളിയം അല്ലെങ്കിൽ വലിയ പ്രൈസുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികളിലോ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എപ്പോഴും അവര് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അപ്പൊ നമ്മളൊരു 20-25 വയസ്സുള്ള ആൾക്കാർ എപ്പോഴും ഒരു 100 രൂപ 200 രൂപ 300 500 വരെയൊക്കെ പരമാവധി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. കൂടിപ്പോയ ഡ്രസ്സിന് ചിലപ്പോൾ 2000 രൂപ അല്ലെങ്കിൽ ഫോണിന് ഒരു 30,000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യണം. അത് ചിലപ്പോൾ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാർക്കറ്റിൽ പെനിട്രേറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ ചെറിയ എമൗണ്ടുകൾ വെച്ചിട്ടാണ് ഡീൽ ചെയ്ത് ശീലിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ കാണുന്നത് എപ്പോഴും ഈ ചെറിയ ചെറിയ പൈസ കിട്ടുന്ന പ്രോബ്ലങ്ങളാണ്. ഫോർ എക്സാമ്പിൾ സെലൂണിന്റെ ഒരു അഗ്രഗേറ്റർ, മുടി വെട്ടാൻ പോകാനായിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ പറയാണ്, ഒരു എക്സാമ്പിൾ പറയാണ്, ഇങ്ങനെയുള്ള ഐഡിയാസ് ആണ് പൊതുവെ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വെട്ടൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണ്ട, ചിലപ്പോൾ മാസത്തിൽ ഒരു റിട്ടേൺ ചെയ്യണ്ട, അല്ലെങ്കിൽ കൂടിപ്പോയി 2 ആഴ്ചയിൽ ഒരു റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 200 രൂപ വരെ ഉണ്ടാവും. ആ 200 രൂപ കടക്കാരനും ചിലപ്പോൾ നമുക്കൊരു 10% അല്ലെങ്കിൽ 30% കമ്മീഷൻ കിട്ടിയാലും വളരെ ചെറിയ പൈസ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ നമുക്ക് വൈബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ആൾക്കാരിലേക്ക് അത് എത്തിക്കണമെങ്കിൽ അത്രയും ആഡ് മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഇവിടെ വേറൊരു കമ്പനിയുടെ എക്സാമ്പിൾ ഞാൻ പറയാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ഇവിടെ ഒരു നല്ല എക്സാമ്പിൾ ആണ്. കാര്യം മൂവി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പോയി കാണാമല്ലോ. ഇപ്പോൾ ഊബറും സ്വിഗ്ഗിയൊക്കെ ഉപയോഗിക്കണവർ നിരന്തരം ഉപയോഗിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ബുക്ക് മൈ ഷോ. ബുക്ക് മൈ ഷോ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മൊത്തം ഒരു 10 പടത്തിന് പോയിട്ടുണ്ടാവും, കൂടി പേര് 10 സിനിമക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ 10 സിനിമക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ അവരുടെ അടുത്ത് 10 വട്ടേ ചാർജ് ചെയ്തിട്ടുള്ളൂ. ആവറേജ് മൂവി ടിക്കറ്റ് സൈസ് ഒരു 300 രൂപയാണെന്ന് വിചാരിക്കും. അവർക്ക് ഒരു 30% കമ്മീഷൻ കിട്ടിയാലും ഒരു 90 രൂപ ചിലപ്പോൾ ചേർക്കാൻ അടുത്ത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു മാർക്കറ്റിൽ വലിയൊരു സിഗ്നിഫിക്കന്റ് പ്ലെയർ ആയിട്ട് ബുക്ക് മൈ ഷോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പേടിഎം അവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ബുക്ക് മൈ ഷോ ആണ്. അപ്പോൾ അത്രയും ടൈമും അത്രയും ഇൻവെസ്റ്റ്മെന്റ് വരെ മുടക്കിയിട്ടായിരിക്കും ആ ഒരു രീതിക്ക് ഈ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തത്. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു സാധനം. അതായത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു സ്വിഗ്ഗി പോലത്തെ അല്ലെങ്കിൽ സൊമാറ്റോ പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ അത്രയും അവിടെ വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഓൾറെഡി ആൾക്കാരത് യൂസ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതൽ ഫസ്റ്റ് മൂവർ എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു കാറ്റഗറിയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതിന് വേറൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോൾ നമ്മൾ ഓല വിളിക്കുകയാണെങ്കിൽ, ഓല ക്യാബ് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഊബർ കിട്ടുന്നവർ എല്ലാവരും നമ്മൾ ആ ഒരു ടേം തന്നെ ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കും നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് ഈ കാറ്റഗറിയിൽ. പക്ഷെ ഇതാണ് പറഞ്ഞ കാര്യം, മെജോറിറ്റി ആൾക്കാരും മനസ്സിലാക്കേണ്ട കാര്യം, ബാക്ക് ടു ബാക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കാറ്റഗറി പിടിക്കരുത്. ഇത് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാര്യം, മെജോറിറ്റി ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് ഈ കാറ്റഗറിയിൽ ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പിടിക്കാണ്ട് ഈ ഒരു കാറ്റഗറിയിൽ പിടിക്കും. ഈ ഒരു കാറ്റഗറിയിൽ പിടിക്കുമ്പോൾ പരമാവധി പ്രൈസ് കിട്ടാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കാറ്റഗറി പിടിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, എന്നാലും പ്രശ്നമില്ല, എല്ലാ മാസവും 10,000 വെച്ച് തരുമെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ ജിമ്മുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരാനാണ് നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം. ഒരു ആവറേജ് ഒരു മാസം 2,000 രൂപ ചിലപ്പോൾ ജിമ്മിന് വരണ്ടാവും. ഞാൻ ആ എക്സാമ്പിൾ വിടാം, കാര്യം നിങ്ങൾ നാട്ടിലെ ജിമ്മിന്റെ എക്സാമ്പിൾ മാത്രമേ എപ്പോഴും എടുക്കുള്ളൂ. 300 500 കൊടുക്കുന്ന ജിമ്മുകൾ. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജിമ്മുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെട്രോ സിറ്റീസിലുള്ള ജിമ്മൊക്കെ എല്ലാം ഒരു മാസം 2,000 രൂപ ചാർജ് ഉണ്ടാവും. അല്ലാതെ പോട്ടെ, റഫ്ലി 1000 രൂപ ചാർജ് ഉണ്ടാവും. ഒരു ഫെസിലിറ്റി ഉള്ള അത്യാവശ്യം ഒരു AC ജിമ്മാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ ഒരു മന്ത് ചാർജ് ഉണ്ടാവും. അങ്ങനെ അവർക്ക് 12 മാസം ഒരു കസ്റ്റമർ കിട്ടുമ്പോൾ 12,000 രൂപ അവർക്ക് കിട്ടി. ഇനി അത് മാത്രമല്ല, ഈ ആക്റ്റീവായിട്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരൊരു 5 കൊല്ലോ 10 കൊല്ലോ ചിലപ്പോൾ ഒരു ലൈഫ് ടൈമിൽ പോകുന്നുണ്ടാവും. അപ്പോൾ LTV ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലം ആവറേജ് ഒരാൾ ജിമ്മിൽ പോകുന്ന വിചാരിക്കും. 5 കൊല്ലം വലിയ നമ്പർ ആവും. ഇതൊക്കെ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന ജിമ്മിൽ പോകുന്ന ആൾക്കാർ ജീവിതകാലം മുഴുവൻ ജിമ്മിൽ പോകില്ല എന്നുള്ളത്. പോകുന്നുണ്ടാവും, പക്ഷെ 100 കസ്റ്റമർ വന്നാൽ 10 പേരായിരിക്കും അങ്ങനെ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 90 ആൾക്കാരും പോകുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ചേൺ എന്ന് പറഞ്ഞ സാധനം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് ഒരു ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞ സാധനമൊക്കെ വരും. ഇതൊക്കെ ഞാൻ പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 കൊല്ലം ഒരു കസ്റ്റമർ പോകുന്നതായിരിക്കും. അപ്പോൾ 24,000 രൂപയാണ് അവർക്ക് ആവറേജ് ഒരു കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത്, വിച്ച് ഈസ് ഡീസെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകളും ബിൽഡ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ബൈജൂസ് ആപ്പ് മാത്രമുള്ള അല്ലെങ്കിൽ പ്രോടൈപ്പ് പോലെ ഒരിക്കലും മാത്രം കിട്ടുന്നുള്ള അല്ല, ഇങ്ങനെയുള്ള ബിസിനസ്സുകളുണ്ട്. കാണുമ്പോൾ നമുക്ക് 1000 രൂപ ഒരു മാസം ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ക്യുമുലേറ്റ് ചെയ്ത് ഒരു കസ്റ്റമർ എടുത്ത് ചിലപ്പോൾ 24,000 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും നല്ല പ്രൊഡക്റ്റാണ്.
പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ചില ഭാഗങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല വിട്ടേക്കുക. അപ്പോൾ അക്ഷയ് തന്നെ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, ഞാൻ ജിം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അക്ഷയ് പെട്ടെന്ന് വിചാരിച്ചത് ലോ കാറ്റഗറിയിൽ വരുന്ന സാധനമല്ല, കാര്യം ജിമ്മിൽ 500-1000 അല്ലേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിക്ക്. പക്ഷെ ആക്ച്വലി അതൊരു ഇവിടെ വരുന്ന ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? കാര്യം ഒരു മാസമല്ല ഒരാൾ എടുക്കുന്നത്, അല്ല കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എല്ലാ മാസം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈഫ് ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ്, മനസ്സിലാക്കേണ്ട തന്നെ കാര്യമാണ്. പല ബിസിനസ്സിലും തകർന്നു പോകാൻ കാരണമാണ് ഒരു സാധനം തന്നെയാണ് ഇത് പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാത്തതുകൊണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള ബിസിനസ്സുകൾ. അപ്പോൾ ഈ ഒരു സാധനം വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കസ്റ്റമർ അടുത്ത് 24,000 കിട്ടും, ആവറേജ് ഒരു ജിമ്മിന് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന രീതിക്കുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.